ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോക്കനട്ട് ദോശയാണ്. ഉഴുന്നോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് അളവാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് നിറയെ പച്ചരി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കാം. പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 4 മണിക്കൂർ കുതിരാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അവലാണ്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. കഴിവതും വെള്ള അവല എടുക്കാനായിട്ട് ശ്രമിക്കുക. 1/2 കപ്പ് അവല എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അവലിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് അരിയുടെ കൂടെ 4 മണിക്കൂർ കുതിരാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരിയും അവലും ഒക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇവിടെ പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരിയുടെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പച്ചരിയുടെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ ശേഷം അരി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 കപ്പ് തേങ്ങ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചാലും മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തം 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ രാത്രിയാണ് മാവ് അരച്ച് വെക്കുന്നത്, രാവിലെ എടുക്കാൻ വേണ്ടി. അപ്പോൾ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ രാവിലെ നമ്മുടെ മാവ് ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ പതഞ്ഞ് പെർമനൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ദോശ റെഡിയാക്കാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ല് നല്ലതുപോലെ ചൂടായി വന്ന ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് മാവ് ഒഴിച്ച ശേഷം ചുറ്റിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കോക്കനട്ട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കി വന്ന മാവ് കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, നമ്മുടെ ദോശ അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ്, ആ കോക്കനട്ടിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ കോക്കനട്ട് ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.